ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടുള്ളൊരു വീഡിയോ ആട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആട്ടോ. തലയിലെ താരൻ പോകാൻ വേണ്ടിയിട്ട് ഉള്ളിനീര് ബെസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സവോള നീര് മാത്രം തേച്ചാൽ മതി, താരനും പോയി നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കാനും കേട്ടോ. സവോളയിൽ എന്താണ്, സൾഫറാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ല ഗുണം ചെയ്യും കേട്ടോ. അപ്പം താരനും പോയി മുടി വളർച്ചയ്ക്ക്, മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ ഇത് ഓപ്ഷനിലാട്ടോ. കറ്റാർവാഴ ജെല്ല്, ആ നീര് ഞാൻ കുറഞ്ഞ വെള്ളത്തിൽ നീരെടുക്കാവുള്ളൂ കേട്ടോ. വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നീര് കിട്ടാൻ പാകത്തിന് മാത്രം കേട്ടോ. എന്നിട്ട് ആ നീരെടുത്ത് ഒരു ബൗളിലെടുത്ത് വെച്ചതിന് ശേഷം കേട്ടോ ഈ കറ്റാർവാഴ. അല്ലാതെ ഇത് നമുക്ക് അരിച്ചാൽ കിട്ടില്ല. നീര് ആദ്യം നമ്മളൊരു ബൗളിൽ എടുത്ത് വെക്കണം. അതിന് ശേഷം തണുപ്പിനും പിന്നെ മുടിയുടെ സ്മൂത്തിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാട്ടോ ഈ അലോവേരയുടെ ഒരു ചെറിയ കഷ്ണമാക്കി ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷനിലാട്ടോ. വെറും സവോള നീര് മാത്രം തേച്ചാൽ മതി കേട്ടോ. സമൃദ്ധമായിട്ട് മുടി വളരും കേട്ടോ. നമ്മൾ അനുഭവത്തിൽ നിന്ന് പറയുന്നതാട്ടെ, ഞാൻ മാത്രമല്ല, ഇവിടെ അമ്മമാർ 2 പേരും തേച്ച് അവർ പറഞ്ഞ റിസൾട്ട് പ്രകാരം കേട്ടോ ഞാൻ കണ്ടതും കേട്ടോ. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിഞ്ഞപ്പോഴും ഞാൻ ചെയ്തിട്ട് എനിക്ക് അനുഭവമുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തപ്പോൾ അവരും ചെയ്തു. അവർക്കും അത് നല്ല ഉപകാരപ്രദമായ ഒരു ടിപ്സാട്ടോ. അപ്പം ഈ ടിപ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെയ്യാറുണ്ട് കേട്ടോ. എപ്പോഴാണ് നമ്മുടെ തലയിലൊരു ചൊറിച്ചിലോ മുടി കൊഴിച്ചിലോ എന്ന് തോന്നുമ്പം ഇവിടെ അമ്മ ആണെങ്കിലും സ്വന്തം ഈ ഉള്ളിനീരെടുത്ത് ഇങ്ങനെ തേക്കാറുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു സ്മെല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ തല എപ്പോഴാണോ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകാൻ തോന്നുന്ന ദിവസങ്ങളിൽ പുറത്തൊന്നും പറ്റുന്ന ദിവസങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ രാവിലെയൊക്കെ ആണെങ്കിലും ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ. മുടി നല്ലോണം ഡ്രൈ ആകണം കേട്ടോ. ഇത് തേച്ചിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇത് തേച്ച് കഴുകി കളഞ്ഞാലും തലയിലൊരു ചെറിയ സവോളയുടെ ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഇത് നല്ലോണം ഒരു 1/2-3 മണിക്കൂറോളം തലയിൽ തേച്ച് നല്ലോണം പിടിപ്പിക്കണം. കണ്ടില്ലേ ഈ സിറം? ഇത് നല്ലൊരു സിറം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് നല്ലോണം പരീക്ഷിച്ച് എന്നോട് ഇത് പരീക്ഷിച്ചിട്ട് മുടി കൊഴിച്ചിലൊക്കെ നിന്ന് മുടി കിളുക്കാൻ തുടങ്ങി. എല്ലാവർക്കും കിളിർക്കും കേട്ടോ. അപ്പം എന്നോട് കമൻറ്റിൽ കൂടിയൊക്കെ പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾക്ക് ഇത് എത്രമാത്രം എഫക്റ്റ്, എങ്ങനെയാണ് ഇതിൻ്റെ ഫലം കിട്ടാൻ തുടങ്ങിയത്, എത്രമാത്രം ഇത് സാറ്റിസ്ഫാക്ഷനായി എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പം ഞാനിത് അമ്മയ്ക്ക് ആദ്യം തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിലില്ലേ ഇങ്ങനെ അമ്മ വകച്ചിലെടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ മുടിയുടെ റൂട്ടില്ലേ, ഓരോ റൂട്ടിൽ കൂടി അവിടെ രോമകൂപങ്ങളുണ്ട് കേട്ടോ മുടികൾക്ക്. അതിൽ ഇറങ്ങാൻ പാകത്തിന് ഇങ്ങനെ സ്കാൽപ്പിൽ വകച്ചിലെടുത്തിട്ട് അതിൽ കൂടി ഇറങ്ങണം കേട്ടോ. ആ നീരിറങ്ങി പിന്നെ നമ്മുടെ മുടിക്ക് നല്ല വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ. അപ്പം അതിങ്ങനെ തേച്ചിട്ട് കണ്ടില്ലേ, അമ്മ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വകച്ചിലെടുത്ത് തരുന്നുണ്ട്. എനിക്ക് തേച്ച് കൊടുക്കാൻ നല്ല എളുപ്പമുണ്ട്. അപ്പം ഞാൻ ഈ നീരിങ്ങനെ കയ്യിലെടുത്തിട്ട് ആ റൂട്ടിൽ കൂടിയൊക്കെ ഇങ്ങനെ തലയിലെ സ്കാൽപ്പിൽ മൊത്തം ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഭേദമന്യേ എല്ലാവർക്കും തേക്കാം. പിന്നെ നെറുകയിൽ എണ്ണയൊക്കെ വെച്ച് വെള്ളമൊന്നും തലയിൽ നനയാത്തവരൊക്കെ, ചിലർക്ക് പനി പിടിക്കുന്ന ഒരവസ്ഥയില്ലേ, അവരൊക്കെ നെറുകയിൽ ഇത്തിരി എണ്ണ തേച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് ചിലപ്പം പനി വരാൻ സാധ്യതയുള്ളവരൊക്കെ അത് നെറുകയിൽ അങ്ങനെ ചെയ്യില്ല കേട്ടോ. നെറുകയിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ നെറുകയിൽ എണ്ണ വെച്ചിട്ട് ചെയ്തോളൂ. ഞാനിത് കണ്ടില്ല അമ്മയുടെ. ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. ഞങ്ങളിത് സ്ഥിരം ഇവിടെ ഉപയോഗിക്കുന്ന കേട്ടോ. ഞാനും അമ്മയും മാറി മാറി ഞങ്ങൾക്ക് തലയിൽ എന്ത് ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പം ഞങ്ങൾ ഈ ഉള്ളിനീരാട്ടോ തലയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ അമ്മ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനും ഒരു ബൗളിൽ ഞങ്ങളിത് പകുതിയാക്കി കേട്ടോ. അപ്പോൾ അമ്മയെ എടുത്തു വെച്ചു. പിന്നെ അമ്മ തേച്ച് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അമ്മ എനിക്ക് തേച്ച് തരുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരത്തെ ഇടണമെന്ന് വിചാരിച്ചിരുന്നു. ഇത് നമ്മുടെ ഈ പുരികം പൊഴിഞ്ഞൊരവസ്ഥയില്ലേ, അപ്പോൾ ഈ നീര് ലേശം എടുത്ത് നമ്മുടെ പുരികത്തിലും തേച്ച് കൊടുത്താൽ മതി കേട്ടോ. പുരികത്തിൻ്റെ പൊഴിച്ചിൽ നിന്ന് നല്ല തിക്നെസ്സിൽ പുരികം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഉള്ളിനീര് പുരികം ചൊറിച്ചിൽ ചിലർക്കൊക്കെ ഉണ്ടായാലേ കൺപീലി
ഇങ്ങനെ ചൊറിയുക, പുരികം പൊഴിയുക, ഈ ഒരു അവസ്ഥ. അപ്പം ഞാനിത് നേരത്തെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ പുരികം പൊഴിയുമ്പോൾ ഞാൻ ഒരു സവോള, ഞാൻ ചിലപ്പോൾ ചെറിയ ഉള്ളി എടുക്കും, ഒരു കല്ലിലെവിടെയും നല്ലോണം ഉരസും, എന്നിട്ട് അത് ഞാൻ തേക്കുകയാട്ടോ ചെയ്യുന്നത്. കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ താരനൊക്കെ പോയി ആ ചൊറിച്ചിൽ അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഉള്ളിനീരിന് എത്രമാത്രം ഗുണമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് നല്ലൊരു മെഡിസിൻ കൂടിയാട്ടോ ഈ ഉള്ളിനീര്. നമ്മുടെ തലയ്ക്കുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളെയും, ചൊറിച്ചിൽ, ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ മാറ്റി നിർത്തി നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ തടയുന്നൊരു മരുന്നാട്ടോ. മരുന്നല്ല, ഒരു ടോണിക്കായിട്ട് പ്രവർത്തിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ മുട്ടവെള്ളയും കൂടി ചേർത്ത് തേച്ചിട്ടുണ്ട്. മുട്ടവെള്ള ഓപ്ഷനിലാട്ടോ. മുട്ടവെള്ള നമുക്കിത് തേച്ച് താരനൊക്കെ കളഞ്ഞിട്ട് തേക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ആ ഉള്ളിയുടെ നല്ല പുകച്ചിൽ കിട്ടുന്ന രീതിയിൽ തന്നെ തേക്കുന്നതാട്ടോ നല്ലത്. അപ്പോൾ ഇത് തേച്ച് താരനൊക്കെ പോയി കഴിഞ്ഞ് മുട്ടവെള്ള തേച്ച് കൊടുത്താൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. തലയ്ക്ക് എന്ത് ഒരു ചൊറിച്ചിലോ കടിച്ചിലോ ഒരു മാന്തലോ മുടി പൊഴിയുന്ന ഒരു തോന്നലൊക്കെ ഉണ്ടായാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഉള്ള ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിക്കുകയും ചെയ്തു, എങ്ങനെയാണ് ചേച്ചി, എന്താ ചേച്ചി ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ ഇതൊക്കെയാട്ടോ ചെയ്യുന്നത്. അപ്പം കണ്ടില്ലേ, പിന്നെ ഇനി ഞാൻ പുരികത്തിലൂടെ തേച്ച് കൊടുത്തു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.